ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് രാസനാമങ്ങളും വിശേഷണങ്ങളുമാണ്. നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രാസമാറ്റങ്ങൾ. അപ്പോൾ രാസമാറ്റങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് രാസനാമങ്ങളും വിശേഷണങ്ങളും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. ദെൻ നമ്മൾ ഒരു ദിവസം ഒരു 10 വെച്ചിട്ട് പഠിക്കുക. ഒക്കെ കൂടി ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കില്ല. അപ്പോൾ ഒരു ദിവസം ഒരു 10 വെച്ചിട്ട് പഠിക്കുക, പിന്നെ അത് എഴുതി പഠിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ചാകുമ്പോൾ നിങ്ങൾക്ക് അത് മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കറിയുപ്പ് റോക്ക് സോൾട്ട്, എന്താ രാസനാമം? സോഡിയം ക്ലോറൈഡ്. ഇന്ദുപ്പ് സാൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ദുപ്പ്. പൊട്ടാഷ്യം ക്ലോറൈഡ്. വെടിയുപ്പ് അതായത് സാൾട്ട് പീറ്റർ അല്ലെങ്കിൽ നൈറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ്. ചില്ലി വെടിയുപ്പ് ചില്ലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ്. അലക്കുകാരം അതായത് വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്. മോഹർ സാൾട്ട് ഫെറസ് അമോണിയം സൾഫേറ്റ് എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ്. നവസാരം അതായത് സലാമോണിയാക് അമോണിയം ക്ലോറൈഡ്. സ്മെല്ലിംഗ് സോൾട്ട് അമോണിയം കാർബണേറ്റ്. കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ലുമർ കോസ്റ്റിക് സിൽവർ നൈട്രേറ്റ്. അടുത്തത് നീറ്റ് കക്ക ക്വിക്ക് ലൈം അല്ലെങ്കിൽ ബേൺഡ് ലൈം കാൽഷ്യം ഓക്സൈഡ്. നീറ്റ് കക്കയൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുമ്മായം അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം മിൽക്ക് ഓഫ് ലൈം ലൈം വാട്ടർ ഓർ സ്ലീക്ക്ഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ജിപ്സം കാൽഷ്യം ഡൈഹൈഡ്രേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ചുണ്ണാമ്പ് കല്ല് ലൈംസ്റ്റോൺ കാൽസൈറ്റ് മാർബിൾ എഗ്ഷെൽ ചോക്ക്. ഇതൊക്കെ കാൽഷ്യം കാർബണേറ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡർ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. ഫ്ലോസ്പാർ കാൽഷ്യം ഫ്ലൂറൈഡ്. അടുത്തത് വിഡ്ഢികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റ്സ്. മഗ്നീഷ്യം ഓക്സൈഡ് അലുമിനിയം ഓക്സൈഡ്. സിലിക് ഓർ ക്വാർട്സ് സിലിക് അല്ലെങ്കിൽ ക്വാർട്സ് സിലിക്കൺ ഡയോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഭാവിയുടെ സ്വർണം പ്ലാറ്റിനം ആണ് കേട്ടോ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. അത്ഭുത ലോഹം ടൈറ്റാനിയം. മഴവിൽ ലോഹം ഇറീഡിയം. വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ്. ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ്. റെഡ് വിട്രിയോൾ കോബാൾട്ട് സൾഫേറ്റ്. ഹരിത ഇന്ധനം ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജനാണ്. യെല്ലോ കേക്ക് യുറേനിയം ഡയോക്സൈഡ്. ദ്രാവക ലോഹം മെർക്കുറി. ദ്രാവക അലോഹം ബ്രോമിൻ. ഉഭയലോഹം അലുമിനിയം. ഉഭയവാതകം ഹൈഡ്രജൻ. രാസസൂര്യൻ മഗ്നീഷ്യം. വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ വൈറ്റ് സിൽവർ ലിറ്റിൽ സിൽവർ എന്നൊക്കെ അറിയപ്പെടുന്നതും പ്ലാറ്റിനമാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. വൈറ്റ് ഹോട്ട് എന്നറിയപ്പെടുന്നത് ടങ്സ്റ്റൺ. അടുത്തത് റെഡ് ഹോട്ട് നിക്രോം. ഡെയിലി ലൈഫ് മെറ്റൽ അയൺ. ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂറിക് ആസിഡ്. അക്വാഫോർട്ടിസ് നൈട്രിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പുകയുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. പുകയുന്ന സൾഫ്യൂറിക് ആസിഡ് ഇസ് ഒലിയം. മരുന്നുകളുടെ രാജാവ് ആസ്പിരിൻ. വിഷങ്ങളുടെ രാജാവ് ആർസനിക്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂറിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് സൾഫ്യൂറിക് ആസിഡ്. ക്വാറണ്ടം അലുമിനിയം ഓക്സൈഡ്. കാർബറണ്ടം സിലിക്കൺ കാർബൈഡ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡ്. സോൾട്ട് ഗ്യാസ് ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം. ആറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. കാഥോഡ് കിരണം ഇലക്ട്രോൺ. ആനോഡ് കിരണം പ്രോട്ടോൺ. ചതുപ്പ് വാതകം മീഥെയ്ൻ.
വുഡ് സ്പിരിറ്റ്, മെഥനോൾ, ഗ്രെയിൻ സ്പിരിറ്റ്, ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ. ലോഹരാജാവ് ഗോൾഡ്, പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയം. അടുത്തത് സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. കോപ്പറിൻ്റെ ശത്രു സൾഫർ. പൈറിൻ എന്നറിയപ്പെടുന്നത് കാർബൺ ടെട്രാക്ലോറൈഡ്. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ്. സൂപ്പർ ഹെവി വാട്ടർ സൂപ്പർ ഘനജലം എന്നറിയപ്പെടുന്നത് ട്രിഷിയം ഓക്സൈഡ്. സാധാരണ ഹൈഡ്രജൻ ഇസ് പ്രോട്ടിയം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം, റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ ട്രിഷിയം. ഡ്രൈ ഐസ് അല്ലെങ്കിൽ കാർഡ് ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. സോഡ വാട്ടർ കാർബോണിക് ആസിഡ്. രാജകീയ ദ്രാവകം അക്വാറീജിയ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആസ്പിരിൻ അസെറ്റൈൽ സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ അസെറ്റൈൽ സാലിസിലിക് ആസിഡ്. അപ്പോൾ ഇത്രയാണ് നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് കേൾക്കുമ്പോൾ പഠിച്ചു വരുമ്പോൾ തെറ്റിപ്പോവാനും മാറിപ്പോവാനും ഒക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ഒരു ദിവസം വെച്ച് പഠിച്ചാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.